വട്ടവടയിലെത്തിയാൽ കൃഷിയോടൊപ്പം ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊന്ന് ഇവിടമാകെ കാണാൻ കഴിയുന്ന ജൈവ വൈവിധ്യമാണ്. ഇവിടുത്തെ പുൽക്കൊടിയിൽ പോലും അതിമനോഹരങ്ങളായ പുഷ്പങ്ങളാണ്. നിറത്തിലും ആകൃതിയിലും നമ്മളെ വിസ്മയിപ്പിക്കുന്നു. വന്യമായ തേനൊളിപ്പിച്ച ഈ പുഷ്പങ്ങൾ തേനീച്ചയെ വിസ്മയിപ്പിക്കാതിരിക്കുന്നതെങ്ങനെ? തേൻ നമുക്ക് പരിചിതമാണ്. എന്നാൽ തേനീച്ച നിറച്ചുവെച്ച തേനട തന്നെ നമുക്ക് മുന്നിലെത്തിയാലോ? ഏതായാലും ഞാനിവിടെ വന്നൊരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കട എൻ്റെ അല്ലേ കേട്ടോ, നമ്മുടെ ശങ്കറിൻ്റെയാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ അല്ലേ? അപ്പൊ നമ്മുടെ ഈ തേനട നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമല്ലോ. ഇത് നമ്മുടെ ഒരു പ്രത്യേക സമയമുണ്ട്, അല്ലാതെ വല്ലപ്പം എപ്പോഴും എടുക്കാൻ പറ്റൂല. അതിന് ഒരു പരിധി, അതിന്റെ വേണ്ട ആ ഫുഡ് ഒരുപാട് ഈ തേനില് ഉള്ളത് കൊണ്ട് അതിന് പോലും അത് ഫ്രീ ആവും. ആ സമയത്ത് വേണം നമുക്ക് ഇത് കൂടുതൽ മതിയായി നിറഞ്ഞു തോന്നുമ്പോ, അല്ലാതെ അത് കൊതിയായിട്ട് ഇരിക്കുമ്പോ നമുക്ക് അത് എടുക്കാൻ പറ്റൂല. കാണുമ്പോ എനിക്കും കൊതിയൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുക? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓ എൻ്റെ പൊന്നഴവേ, ഒരു തവണയെങ്കിലും നിങ്ങളിത് കഴിച്ചിരിക്കണം കേട്ടോ. ഇതാണ് തേൻ, നല്ല തേൻ പോലെ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ പിന്നെ തേനാകുമ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? ഗംഭീരം. ശങ്കറിന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് പൂന്തോട്ടവും കൃഷിയും തേൻ വിപണനവും എല്ലാം. സന്ദർശകർ ഇവിടെ എത്തിയാൽ കാട്ടുതേൻ കുടിച്ച് മത്തുപിടിക്കും. പെരുന്തേനും ചെറുതേനും എന്നു വേണ്ട പലതരം ഉൽപ്പന്നങ്ങളോടൊപ്പം കലർത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ തേൻ വിൽപ്പന പൊടി പിടിക്കുകയാണ് ഇവിടെ. അതിൽ തന്നെ ഈ തേനടയാണ് ഹൈലൈറ്റ്. തൂക്കമനുസരിച്ച് തേനട നമുക്കിവിടെ നിന്നും വാങ്ങാനാവും. അപ്പൊ ശങ്കർ, ഇവിടെ നമുക്ക് ഈ തേനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ വിൽക്കാനുണ്ട്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അതൊക്കെ ഏതൊക്കെയാ ഉള്ളത്? അതെ, നമുക്കിപ്പോ ഈ കാട്ടുതേനിൽ നമ്മൾ പ്രോസസ്സിങ് ചെയ്യും, കാന്താരി ചെയ്യും, വെളുത്തുള്ളി, കറുവപ്പട്ട, ഇഞ്ചി, അതുപോലെ നെല്ലിക്ക. വെളുത്തുള്ളി തേനാകുമ്പോൾ നമുക്ക് ഗ്യാസ്, വയറുവേദന, കൊച്ചുകൾക്കൊക്കെ ഗുളിക കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നേരിട്ട് വെളുത്തുള്ളി തേന് കഴിക്കുക. പിന്നെ സ്കിന്നിനും ഇത് ബെസ്റ്റാണ്. വട്ടവട വെളുത്തുള്ളിക്കും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണെന്ന്. അപ്പൊ അതുകൊണ്ട് വട്ടവടയുടെ സ്വന്തം വെളുത്തുള്ളി, സ്വന്തം തേനുണ്ട്. തേൻ അപ്പൊ അതുകൊണ്ട് കൂടുതൽ ലോക്കലായിട്ട് ആൾക്കാർ ഈ തേൻ വെളുത്തുള്ളി തന്നെ കഴിക്കുന്നതാണ് മേടിക്കുന്നത്. ചിലന്തിയാർ വെള്ളച്ചാട്ടത്തിനുമപ്പുറം ആദിവാസി ഊരുകളുണ്ട്. അവിടെ നിന്നാണ് കാട്ടുതേൻ അധികവും വട്ടവടയിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് എത്തുന്നത്. കാട്ടരുവിയും വെള്ളച്ചാട്ടവും കടന്ന് ഈ ഊരുകളിൽ നിന്ന് ഗോത്ര വിഭാഗക്കാർ വനവിഭവങ്ങളുമായി ഗ്രാമങ്ങളിലേക്ക് എത്താറുണ്ട്. പക്ഷേ സന്ദർശകർക്ക് ഇതിനപ്പുറം പോകാൻ അനുവാദമില്ല. വനത്തിൽ നിന്ന് മാത്രമല്ല, ഇടുക്കിയിൽ തന്നെയുള്ള മുരിക്കാശ്ശേരിയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തേനും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകൾ കുറച്ചുകൂടി വിശദമായി കണ്ട് നമുക്ക് ഇനിയും വരാം വട്ടവടയിലേക്ക്. ഇപ്പൊ നമുക്കൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയാലോ?